ഹലോ എവരി വൺ, വെൽക്കം ടു ഷുക്കൂർസ് വ്ലോഗ്. ഷുക്കൂർസ് വ്ലോഗിന്റെ പുതിയ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു അധ്യയന വർഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങാൻ പോകുന്നു. പക്ഷെ നമുക്കറിയാം, ഇത് സാധാരണ പോലെയുള്ള ഒരു വിദ്യാരംഭമല്ല ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത്. തികച്ചും ഓൺലൈനായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതിന്റെ ഒരു സംശയങ്ങളും നിരവധി സംശയങ്ങളാണ്. നമുക്ക് ഇതിന്റെ ഓരോ മേഖലയും കടന്നു ചെല്ലാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ചെയ്യാൻ പോകുന്നത്? അതായത് നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിച്ചത് ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് സെറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ വിക്ടേഴ്സ് ചാനൽ വഴിയാണ് നമ്മൾ ആ ക്ലാസ് കാണാൻ പോകുന്നത്. ഈ വിക്ടേഴ്സ് ചാനൽ എങ്ങനെ കാണാമെന്ന് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം ഈ ഒരു ബേസിക് കൺസെപ്റ്റ് പറഞ്ഞിട്ട് പോവാം. ഈ ഒരു ചാനൽ വഴിയാണ് നമ്മുടെ ക്ലാസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാം, ഇതെങ്ങനെ അറ്റ് എ ടൈം എല്ലാം കൂടി മാനേജ് ചെയ്യാം. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഒരു 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാവും. എക്സാമ്പിൾ 1ാം ക്ലാസ്, 8:30 2ാം ക്ലാസ്, 9 മണിക്ക് 3ാം ക്ലാസ്, അങ്ങനെയാണ്. അപ്പോൾ 8:30 2ാം ക്ലാസ് ആണെങ്കിൽ ആ 2ാം ക്ലാസ്സിലെ കുട്ടി 8:30 മാത്രം ടിവിയുടെ മുന്നിൽ ഇരുന്നാൽ മതി, 9 മണിക്ക് ഇരിക്കേണ്ടതില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇത് ടൈം ടേബിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഇതാ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാ ഇങ്ങനെ ഈ ടൈം ടേബിൾ, ഇങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് മലയാളം മീഡിയം മാത്രമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിന് ഇതുവരെ ആയിട്ടില്ല. പക്ഷെ ഇത് 2 ആഴ്ച ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ട്രയലാണ്, ഫസ്റ്റ് വീക്ക്. അതിനുശേഷം ഗവൺമെന്റ് ഇതൊരു ഫീഡ്ബാക്ക് എടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ക്ലാസ് ഈ ഒരു ടൈം ടേബിൾ വെച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. അപ്പൊ 8ാം ക്ലാസ് ഒരു ക്ലാസ് തുടങ്ങി. അപ്പൊ അതിൽ ആ ഒരു അധ്യാപകൻ നമ്മൾ ക്ലാസ്സിനെ കുറിച്ച് വിശദീകരിച്ച് ആ ക്ലാസ് എടുക്കുന്നു. വിദ്യാർത്ഥി ആ സമയം ഇത് കാണുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, നമ്മൾ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ് വഴി ഇതിലുള്ള സംശയങ്ങളും മറ്റും നമുക്ക് നമ്മളെ സ്കൂൾ അധ്യാപകരോട് ചോദിക്കാം. ഈ ഒരു ക്ലാസ് മിസ് ആയാലും പ്രശ്നമില്ല, കാരണം ഇതേ ക്ലാസ് രാത്രി വീണ്ടും റിപ്പീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ സാറ്റർഡേ വീണ്ടും റിപ്പീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ക്ലാസ് മിസ്സായാലും അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു ബൈപ്പാസ് സിസ്റ്റം അല്ല. അതായത് ഇപ്പോൾ ഉള്ള ഒരു സിസ്റ്റത്തിന് ബൈപ്പാസ് ചെയ്യുകയല്ല, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോട്ടൽ സിസ്റ്റമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വിക്ടേഴ്സ് ചാനൽ കിട്ടുന്നത് എങ്ങനെ നോക്കാം. ഒരുപാട് പേർക്ക് സംശയമാണ്, ഈ വിക്ടേഴ്സ് ചാനൽ എങ്ങനെ കിട്ടും? ഇത് ഫ്രീ ആയിട്ട് കിട്ടുമോ? എങ്ങനെ ഇന്റർനെറ്റ് വേണോ? എങ്ങനെയൊക്കെ കിട്ടും? ഇത് ഒരുപാട് സംശയമുണ്ട്. അപ്പൊ അതിലോട്ട് കിടക്കാം. വിക്ടേഴ്സ് ചാനൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് കിട്ടും. ഒരു കേബിൾ ഡിഷും പഴയ റിസീവറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്യൂൺ ചെയ്യാവുന്നതാണ്. അതിന്റെ ഫ്രീക്വൻസി ഇതിൽ വെച്ചിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാവുന്നതാണ്. മറ്റൊരു വഴി, ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ, കാരണം ഇന്റർനെറ്റ് വേണ്ട, ഫ്രീ ആണ്, സബ്സ്ക്രിപ്ഷൻ വേണ്ട. മറ്റൊരു വഴിയാണ് നമ്മുടെ ഡിഷ് ടിവികളും അതുപോലെ കേബിൾ കണക്ഷൻസും. അതിന്റെ കണക്ഷൻസ് നോക്കാം. ഏഷ്യാനെറ്റ്. ഓക്കെ. മറ്റൊരു വഴിയാണ് നമ്മളെ മൊബൈൽ വെച്ച് സ്മാർട്ട് ഫോൺ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇത് നോക്കാവുന്നതാണ്. പക്ഷെ സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞു, ഇന്റർനെറ്റ് വേണം. നമ്മൾ 4 രീതിയിൽ നമ്മൾ സ്മാർട്ട് ഫോണിൽ ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. മൊബൈലിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ victers.kite.kerala.gov.in അടിക്കുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൈവ് പേജിലോട്ട് കയറുന്നതാണ്. അത് നമ്മൾ ആദ്യമായിട്ട് കാര്യം ചെയ്യുന്നത് ആഡ് ടു ഹോം പേജ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഇത് ഈസിലി നമ്മൾ ഇവിടെ അങ്ങ് നോക്കിയാൽ നമ്മൾ ഹോം പേജിൽ ഈ വിക്ടേഴ്സിന്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ടാവും. നേരെ അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ നേരെ ഇതിലോട്ട് കയറുന്നതാണ്. ഇത് ചെയ്യാൻ നമ്മൾ മറക്കരുത്. വേറൊരു ഓപ്ഷനാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ, വിക്ടേഴ്സിന്റെ ആപ്ലിക്കേഷൻ. അതിലും ഇതേപോലെ കയറിയാൽ നേരിട്ട് ഈ സൈറ്റിലോട്ട് കയറുന്നതാണ്. നേരെ ലൈവായിട്ട് നമുക്ക് ഡാറ്റ കാണുന്നതാണ്. അതുപോലെ നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂളിൽ പോയാൽ നമുക്ക് സാധാരണ രീതിയിൽ അതിന്റെ ഷെഡ്യൂൾസ് കാണാവുന്നതാണ്. ഇപ്പോൾ ബിസി ആയതുകൊണ്ട് ഷെഡ്യൂൾസ് വരുന്നില്ല. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആപ്പ് സ്റ്റോറിൽ പോവുക. നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് വിക്ടേഴ്സ് ലൈവ് സ്ട്രീമിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ സൈറ്റ് വരുന്നു. ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് സൈറ്റിലോട്ട് കയറുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ നേരിട്ട് യൂട്യൂബിലോട്ട് കയറുക. വിക്ടേഴ്സ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ITS വിക്ടേഴ്സ് എന്ന ചാനൽ വരും, പേജ് വരും. അതിൽ കയറുക. പക്ഷേ ഇത് ലൈവ് സ്ട്രീമിംഗ് ഇപ്പോൾ ഇല്ല, പക്ഷേ എങ്കിലും നമുക്ക് റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ, നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡയറക്റ്റ് ഈ സൈറ്റിലോട്ട് കയറാവുന്നതാണ്. ഗൂഗിളിൽ കയറുക, അല്ലെങ്കിൽ ഡയറക്റ്റ് അഡ്രസ് ബാറിൽ victers.kite.kerala.gov.in എന്ന് അടിച്ചാൽ നേരെ അതിലോട്ട് കയറുന്നതാണ്. കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആണെങ്കിൽ പ്രശ്നം, ഡാറ്റ നല്ല രീതിയിൽ ഉപയോഗിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതിൽ നമുക്ക് പ്രീവിയസ് ക്ലാസ്സും എല്ലാം റെക്കോർഡഡ് ക്ലാസ്സും എല്ലാം വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ സ്മാർട്ട് ടി വിയിലാണെങ്കിലും ഇതേ ഓപ്ഷൻ നമ്മൾ സ്മാർട്ട് ടി വിയിലും ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ടി വിയിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നേരിട്ട് വിക്ടേഴ്സിൻ്റെ ചാനലിലോട്ട് കയറുക, അല്ലെങ്കിൽ ബ്രൗസർ വഴിയും വിക്ടേഴ്സിൻ്റെ സൈറ്റിലോട്ട് കയറാവുന്നതാണ്. നമ്മൾ വിക്ടേഴ്സുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് മറുപടിയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.